അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിൽ ആത്മഹത്യ. SOG കമാൻഡോ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയെന്ന വിവരമാണ് വരുന്നത്. വയനാട് സ്വദേശി വിനീതാണ് മരിച്ചിരിക്കുന്നത്. മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, എന്താണ് സംഭവിച്ചത്? വിനീത, ഏതാണ്ട് 9 മണിയോടെയാണ് അരീക്കോട് പോലീസിന്റെ SOGയുടെ ക്യാമ്പാണ് അരീക്കോട്. തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സായുധ സേനയുടെ ക്യാമ്പിലാണ് ഒരു കമാൻഡോ ഉദ്യോഗസ്ഥൻ വയനാട് സ്വദേശിയായ വിനീത് ആത്മഹത്യ ചെയ്തത്. സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ശുചിമുറിയിൽ തലയ്ക്ക് നിറയൊഴിച്ച് ജീവനൊടുക്കി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവധി അപേക്ഷ നൽകുകയും അവധി അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ഇങ്ങനെ ജീവനൊടുക്കാൻ കാരണമെന്ന് സഹപ്രവർത്തകർ പറയുന്നുണ്ട്. ഏതായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം തണ്ടർബോൾട്ട് നമുക്കറിയാം മാവോയിസ്റ്റ് വിരുദ്ധ സേനയുടെ പരിശീലന കേന്ദ്രമാണ് അരീക്കോട്, ഈ സായുധ പരിശീലന കേന്ദ്രം. അവിടെയാണ് ഈ SOG പോലീസിൻ്റെ പ്രത്യേക സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ്. ഈ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ കമാൻഡോ കൂടിയാണ് ഇപ്പോൾ ജീവനൊടുക്കിയത് എന്ന വിവരങ്ങളാണ് സഹപ്രവർത്തകരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയുള്ള ഉദ്യോഗസ്ഥൻ്റെ മാനസിക പീഡനം കൂടിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാനുള്ള കാരണം എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ അത്യാവശ്യ ഒരു ഘട്ടത്തിൽ 4 ദിവസത്തെ അവധിക്ക് അപേക്ഷ നൽകുകയും അവധി നൽകാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും മേലുദ്യോഗസ്ഥന്മാർ അത് അംഗീകരിച്ചില്ല എന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ മാനസിക പീഡനം സഹിക്കവയ്യാതെ ബാത്റൂമിൽ കയറി ഈ നിറയൊഴിച്ച് സർവീസ് റിവോൾവർ ഉപയോഗിച്ച് നിറയൊഴിച്ച് ജീവനൊടുക്കി എന്ന വിവരങ്ങളാണ് ഞെട്ടിക്കുന്ന വാർത്തയാണ്. സായി, അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്യാമ്പിനകത്ത് തന്നെ ഈ വയനാട് സ്വദേശി വിനീത് അവിടെ തന്നെ മരിച്ചു. കാരണം ഈ നിറയൊഴിച്ച ശബ്ദം കേട്ടാണ് സഹപ്രവർത്തകർ ഓടിയെത്തുന്നത്. അപ്പോഴേക്കും അവിടെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക്, മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. നേരത്തെ നമുക്കറിയാം PV അൻവർ MLA ഈ സായുധ പോലീസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അവിടെ AC-യുടെ നേതൃത്വത്തിൽ വലിയ പീഡനങ്ങൾ സഹപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്നു. ഹവിൽദാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കമാൻഡോ സംഘത്തിലെ സഹപ്രവർത്തകരെയൊക്കെ മാനസികമായി പീഡിപ്പിക്കുന്നു, കൂടുതൽ സമയം ജോലി നൽകിയുള്ള പീഡനങ്ങൾ ഉൾപ്പെടെ അവർ ഏറ്റുവാങ്ങുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ PV അൻവർ MLA ഉന്നയിച്ചിരുന്നു. അതേ സായുധ ക്യാമ്പാണ് അരീക്കോട്. ഈ സായുധ ക്യാമ്പിനെതിരെയാണ് വലിയ ആക്ഷേപങ്ങൾ, മാത്രവുമല്ല ഫോൺ ചോർത്തൽ ആരോപണങ്ങൾ ഉൾപ്പെടെ PV അൻവർ ഉന്നയിച്ചത്. ഈ സായുധ ക്യാമ്പിൽ രാഷ്ട്രീയക്കാരുടെ അതേപോലെ മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ കോളുകൾ ഈ ക്യാമ്പിൽ വെച്ച് ചോർത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ PV അൻവർ ഉന്നയിച്ചിരുന്നു. അതേ ക്യാമ്പിലാണ് ഇപ്പോൾ ദാരുണമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അവിടെയുള്ള ഒരു ഹവിൽദാർ, ഒരു കമാൻഡോ, SOGയുടെ ഒരു കമാൻഡോ ആണ് ഇന്ന് മാനസിക പീഡനത്തെ തുടർന്ന് സഹപ്രവർത്തകരാണ് അങ്ങനെ ഒരു ആരോപണം. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥൻ അത് നൽകാൻ തയ്യാറായില്ല. അതിന്റെ മാനസിക വിഷമത്തിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്ന് സഹപ്രവർത്തകർ ഇപ്പോൾ പറയുന്നുണ്ട്, അല്ലേ? സഹപ്രവർത്തകർ നമുക്ക് വിവരമനുസരിച്ച് ഈ നേരത്തെ തന്നെ അവധി അപേക്ഷ നൽകിയപ്പോൾ അത് അംഗീകരിച്ചില്ല. അംഗീകരിക്കാത്തത് മാത്രമല്ല, മാനസിക പീഡനം തുടർന്നു. കുറച്ചു കാലമായി അവിടെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടെയുള്ള കമാൻഡോ സംഘത്തിലെ പലരും സമാനമായ മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന ആരോപണവും ഉയർത്തുന്നുണ്ട്. ഇവർക്ക് വലിയ പരിമിതികളുണ്ട്. കാരണം ഇത് പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോ സംഘമാണ്. മാവോയിസ്റ്റ് വേട്ട ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗൗരവമുള്ള ഓപ്പറേഷനുകൾക്ക് ചുമതലപ്പെട്ടതാണ്. നമ്മൾ ഈ ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടൽ സമയത്ത് നമ്മൾ കണ്ടതാണ്. ആർക്കും നേരിട്ട് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലടക്കം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ SOG കമാൻഡോ സംഘമാണ്. ആ കമാൻഡോ സംഘത്തിലെ ഒരു ഹവിൽദാർ, ഒരു കമാൻഡോ ആണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ, അരീക്കോടെ ഈ ക്യാമ്പിൽ, സായുധ പരിശീലന ക്യാമ്പിൽ ഇപ്പോൾ ജീവനൊടുക്കിയത്. ദാരുണമായ സംഭവമാണ്. രാത്രി ഏതാണ്ട് 9 മണിയോടെയാണ് ഈ ദാരുണ സംഭവം പോലീസ് പരിശീലന ക്യാമ്പിൽ നടന്നിരിക്കുന്നത്. അവിടെയുള്ള ജീവനക്കാർ വലിയ മാനസിക പീഡനം അനുഭവിക്കുന്നുവെന്നാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അവിടെയുള്ള സഹപ്രവർത്തകർ, ഈ മരിച്ച വിനീതിൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്.
കാരണം ദീർഘകാലമായി അവധി അപേക്ഷ നൽകുമ്പോൾ അത് കൃത്യമായി അവധി നൽകില്ല, മാത്രവുമല്ല കൂടുതൽ സമയം ജോലി നൽകുക, അങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വലിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ്. ക്യാമ്പിനകത്ത് ഈ റിവോൾവർ അല്ലെങ്കിൽ റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുക, ജീവനെടുക്കുക എന്നത് ഒരുപക്ഷെ വലിയ സംഭവം തന്നെയാണ്. അത് ഏതായാലും ഇത് ഗൗരവത്തോടെ തന്നെ കണ്ട് അതിൻ്റെ പരിശോധനകളിലേക്കും അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഏതായാലും ഈ കാര്യത്തിൽ ഇതിൻ്റെ കമാൻഡർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം 9 മണിയോടെയാണ് ക്യാമ്പിനകത്ത് വെച്ച് ഇത്തരമൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. അവിടെ ബാത്റൂമിൽ കയറി വാതിലടച്ച് അവിടെയുള്ള സർവീസ് റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിവെച്ചു മരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മൃതദേഹം എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ, മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ദാരുണമായ വാർത്ത തന്നെയാണ് അരീക്കോട് ക്യാമ്പിൽ നിന്ന്, സായുധ പോലീസ് ക്യാമ്പിൽ നിന്ന് വരുന്നത്. SOG കമാൻഡോ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കി എന്നതാണ്. വയനാട് സ്വദേശി വിനീതാണ് ആത്മഹത്യ ചെയ്തതായുള്ള വിവരങ്ങൾ വരുന്നത്. നമുക്ക്